ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ്. ഡിഫറൻ്റ് എന്ന് പറയാനുള്ള കാരണം, ഇത്തരം ഒരു വീഡിയോ യൂട്യൂബിൽ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടുമില്ല കേട്ടോ. എന്തായാലും എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ട്രാവൽ കിറ്റാണ്. ബ്യൂട്ടി കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും എൻ്റെ യാത്രകളിൽ ഞാൻ കൂടെ കരുതാറുള്ളൊരു കിറ്റാണ്. ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പ്രാവശ്യം എൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. വളരെ കുറച്ച് പേര് ആ വീഡിയോ കണ്ടുള്ളൂ, എന്നാലും കുറച്ച് പേര് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ, വളരെ നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നേരം എൻ്റെ ട്രാവൽ കിറ്റിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഒന്നല്ല, രണ്ട് സാധനങ്ങൾ കേട്ടോ. രണ്ട് സാധനങ്ങളെന്ന് കരുതിയിരുന്നില്ല. അത് വളരെ അപ്രതീക്ഷിതമായിട്ട് ചെയ്ത വീഡിയോ ആയിട്ട് അത് കാണിക്കാനും പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ ടൈപ്പ് ഓഫ് സബ്സ്ക്രൈബേഴ്സിനും അല്ല, ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആവും തോന്നിയതുകൊണ്ട് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാൻ വെച്ചു. അപ്പോൾ അത് ഞാൻ തുറന്ന് കാണിക്കാം ഇപ്പോൾ കിറ്റിലുണ്ട് എന്താണ്. അപ്പോൾ തുറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പല ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്നതാണ്. കുക്കിംഗ് ആവാം, ട്രാവൽ ആവാം, പിന്നെ എന്താ പറയുക, ഗാർഡനിങ് ആവാം, ഒരുപാട് ടൈപ്പ് ഓഫ്. ഇപ്പോൾ ഹെൽത്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിൽ ബ്യൂട്ടി സെഗ്മെൻറ്റിൽ ആകെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ ഈ പല ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത വീഡിയോസ് വരുമ്പോൾ പലരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള വീഡിയോസും വരും, കാത്തിരിക്കുക, അല്ലാതെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കിറ്റ് തുറന്ന് കാണിക്കാം എന്താണെന്നുള്ളതെന്ന്. ഇതാണ് സാധനം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും ഒരു പരിധിവരെ യൂസ്ഫുൾ ആട്ടോ. മെയിനായിട്ട് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പുരുഷന്മാർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കൂടാതെ തന്നെ മുടിയുടെ തിക്നെസ് അല്ലെങ്കിൽ ഉള്ളളവ് വർദ്ധിപ്പിക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് പലരും പലപ്പോഴും ചെയ്തിട്ടുള്ളതോ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഇത് ഉപയോഗിക്കാമോ, പ്രശ്നമുണ്ടോ, എങ്ങനെ ഉപയോഗിക്കണം, ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട്സ് തീർക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താണ് എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ഞാൻ പറയാം. ഏറ്റവും യൂസ്ഫുൾ പുരുഷന്മാർക്ക് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കഷണ്ടി അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ ബാധിക്കുന്നത് പുരുഷന്മാരെയാണ്. അപ്പോൾ പുരുഷന്മാരുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഒരു 45 ഇയേഴ്സ് അല്ലെങ്കിൽ 45-50 ആ റേഞ്ചൊക്കെ ആവുന്നത് വരെ ഒരു നാച്ചുറൽ ഒരു സൗന്ദര്യം എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവും. ആ സമയത്ത് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് തന്നെ ഞാൻ പറയും. എന്നാലും എല്ലാവരും ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. ഒരു സമയത്ത് സ്ത്രീകൾക്ക് മാത്രം ഉണ്ടായിരുന്ന ആ കോൺഷ്യസ്നെസ് ഇപ്പോൾ പുരുഷന്മാർക്ക് വളരെയധികം ഉണ്ട്. എനിക്കും ഒരുപാട് അറിയാം, പേഴ്സണലായിട്ട് ഒരുപാട് പേര് അറിയാം. ഞാനും അത്യാവശ്യം നോക്കുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ചിലർക്കെങ്കിലും അറിയാൻ പറ്റും, ചില സമയത്ത് വളരെ ബോറായിട്ടാണ് ഞാൻ വീഡിയോസിൽ വരിക. ചിലപ്പോൾ അത്യാവശ്യം ഞാൻ ഹെയറൊക്കെ ഒന്ന് തിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുക. അപ്പോൾ അത് കാണുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ മുടിയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. അവിടേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് പോകുന്നത് ശരിക്കും ബാൾഡ്നെസ് അല്ല, അല്ലെങ്കിൽ കഷണ്ടി അല്ല. നോക്കുകയാണെങ്കിൽ ഹെയർ തിന്നിങ് ആയിരിക്കും പ്രധാന കാരണം. ഹെയർ തിന്നിങ് എന്ന് പറഞ്ഞാൽ ഹെയർ ഉണ്ടാവും, പക്ഷേ വളരെ തിന്നായിപ്പോൾ വളരെ നേർത്ത ഹെയർ ആയിരിക്കും അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ തിക്നെസ് ഫീൽ ചെയ്യില്ല. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കഷണ്ടിയുടെ ഒരു ഫീലിംഗ് തന്നെ കിട്ടും. നല്ല കഷണ്ടിയുള്ള ഒരാളെ നിങ്ങൾ നോക്കിയാൽ പോലും കുറച്ച് തിൻ ഹെയർസ് അയാൾക്ക് അവരുടെ കഷണ്ടിയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ തിൻ ഹെയറിനാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടിരിക്കുക. ഫുള്ളായിട്ട് കഷണ്ടി ആയെങ്കിൽ ഇതുകൊണ്ടൊരു ഉപയോഗമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകൾ പോലെ ഇങ്ങനെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റും. പണ്ടൊക്കെ ഒരു പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെ പോയി ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അതും നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ പുരുഷന്മാർ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കോൺഷ്യസ് ആണ്. അത് തന്നെയല്ല, ഒരുപാട് ബ്യൂട്ടി പാർലറുകൾ ജെൻസിന് വേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ പോയിട്ട് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് അത്രയും എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തവരെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ചെയ്യുന്ന പരിപാടിയാണ്. ഇതുവരെയും എനിക്ക് ദോഷം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചതാട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ളത് ഹെയർ ഫൈബറാണ്. എന്താണ് ഹെയർ ഫൈബർ എന്ന് ചോദിച്ചാൽ, കെരാറ്റിൻ ആണ്. കെരാറ്റിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനാണ് നമ്മുടെ മുടിക്ക് ആവശ്യമായ തിക്നെസ് നൽകുന്നത്. ഇപ്പോൾ ഈ ബോട്ടിലിരിക്കുന്ന കെരാറ്റിൻ എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും ഇത് പ്ലാന്റ് ബേസ്ഡ് ആയിരിക്കും. ഇത് കോട്ടൺ, വൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് പ്രോഡക്റ്റിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഫൈബർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ സേഫാണ്. ഒരു പ്രശ്നവും കൂടാതെ നമുക്ക് ഉറപ്പായിട്ട് ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇത് യൂസ് ചെയ്താൽ ഹെയർ ഫോളിങ് ഉണ്ടാവുമെന്ന് കുറേ പേര് പറയും. ഇതിൽ ഹെയർ ഫോളിംഗ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര സേഫാണ്. പക്ഷേ വേറൊന്നുള്ളത്, ഇത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുകയോ ഹെയറിൻ്റെ തിക്നെസ് കൂട്ടാൻ സഹായിക്കുകയില്ല. പെട്ടെന്നൊരു ഫംഗ്ഷന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ, ഈ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് അത്യാവശ്യം, ഞാൻ ചിലപ്പോഴൊക്കെ നോക്കുന്ന ഒരാളാട്ടോ. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ചിലയിടത്ത് എൻ്റെ തലയിലെ മുടിയിലായ്മയൊക്കെ ശരിക്കും കാണാൻ പറ്റും. ചില സമയത്ത് ഒന്ന് ഒതുക്കി ഞാൻ സെറ്റ് ചെയ്തായിരിക്കും വരിക, നേരത്തെ പ്ലാൻ ചെയ്ത വീഡിയോ ആണെങ്കിൽ. അപ്പോൾ അതിനെന്നെ സഹായിക്കുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ശരിക്കും ഇതിൻ്റെ പേര് കബോക്കി എന്നാണ്.
നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിരിക്കും. അത്രയും കോസ്റ്റ്ലി അല്ല. നിങ്ങൾ MRP നോക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ MRP നോക്കിയാൽ 2000 3000 ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ വാങ്ങുമ്പോൾ 300 400 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. ഇതൊരു 25 ഗ്രാംസിൻ്റെ ബോട്ടിലാണ്. ഈ 25 ഗ്രാംസിൻ്റെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു 30-40 ദിവസം അത്രയും ടൈംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് വളരെ കുറച്ച് മാത്രം മതി. അത്രയും ഫൈബറാണ്. എന്താണ് ഈ ഫൈബർ ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ തിൻ ഹെയറിൽ പോയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഹെയറിൻ്റെ തിക്നെസ്സും 3-4 മടങ്ങ് വർദ്ധിപ്പിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അതായത് ഒരു ഹെയർ ഉള്ള സ്ഥലത്ത് നമുക്കൊരു 3-4 ഹെയറിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇത് ഒരു ദിവസം ഫുൾ സേഫായിട്ട് നിൽക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന സാധനമായിരിക്കും. ഇത്തരം കൺഫ്യൂഷൻസ് കൂടായിരിക്കും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ഒരു ദിവസം ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരു പ്രശ്നവും കൂടെ അങ്ങനെ തന്നെ ഹെയർ ഇടുന്നോളും. പിന്നെ വേറെന്നുള്ളത്, നിങ്ങൾ അത് റിമൂവ് ചെയ്യാതെ കിടന്നുറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം രാവിലെ എണീറ്റൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും ഇത് അങ്ങനെ തന്നെ നിന്നോളും. നമ്മളിതിന് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിയുന്നവരെ നമ്മുടെ ഹെയറിൽ അങ്ങനെ തന്നെ ഈ സാധനം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് കാണുന്ന പലർക്കും അറിയണ്ടാവില്ല. അത് എൻ്റെ തലയിലേക്ക് നോക്കൂ. ഭയങ്കര തിൻ ഹെയർ എനിക്കുള്ളത്. ഹെയർ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലെന്ന് തന്നെ പറയാട്ടോ. ഇത്രേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു ഗുണമുള്ളത്, ഞാനൊരു 6 അടി കൂടുതൽ പൊക്കമുള്ള ആളായതുകൊണ്ട് അധികം പേര് ഇത് കാണില്ല. എൻ്റെ ബാൾനെസ് ഇവിടെ ഹെയറിലത്ത് അധികം പേർക്ക് അറിയില്ല. ഈ ഫ്രണ്ടിൽ കാണുമ്പോൾ കുറച്ച് മുടി ഉണ്ടാവും. അതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഉപാധിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെയർ ഫൈബർ എന്ന് പറഞ്ഞാൽ. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇവിടെ നിന്ന് എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ശരിക്കും കണ്ടാലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് മിററിനടുത്ത് പോയിട്ട് ഇട്ട് കാണിച്ചു തരാം. അതിനുശേഷം എന്താ സംഭവം നമുക്ക് നോക്കാം, എന്താ മാറ്റം നമുക്ക് നോക്കാം. ഓക്കെ, പോരെ. അപ്പോൾ ഇത് ഞാൻ മിററിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ നേരത്തെ കാണിച്ചു. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ കാണിക്കാൻ പാടില്ലെന്ന് എൻ്റെ മക്കൾ പറഞ്ഞു കേട്ടോ. ഇനി വീഡിയോ കാണുമ്പോൾ ആളുകൾ അങ്ങനെ കാണുമെന്നുള്ളത്. എന്തായാലും സാരമില്ല. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. ഇതിന് ആപ്ലിക്കേറ്ററൊന്നും പ്രത്യേകിച്ചില്ല. ഇതിൽ നോക്കിയാൽ കണ്ടോ, ഒരുപാട് സുഷിരങ്ങൾ, ഒരുപാട് ഹോളുള്ളൊരു സാധനമാണ് കണ്ടോ. ഈ ഹോൾസിൽ കൂടെ ഫൈബേഴ്സ് ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് അപ്ലൈ ചെയ്യാൻ. നിങ്ങളിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുത്താലും മാത്രം മതി. കണ്ടോ, ഫൈബർ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എനിക്കിതിൽ നോക്കി ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ടാട്ടോ. എവിടെയൊക്കെയാണ് തിൻ ഹെയർ കാണുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് തിന്നിങ് ഉള്ളത്, അവിടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബാക്കിലോട്ടൊക്കെയുണ്ട്, ബാക്കിലോട്ടൊക്കെ അപ്ലൈ കൊടുക്കുക. ഇനി ഫ്രണ്ടിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വേണ്ടി കൈ കൊണ്ടൊന്ന് മറച്ചിട്ട് ചെയ്യാം കേട്ടോ, ഉള്ളിൽ നെറ്റിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി. ഇത് വളരെ കുറച്ച് മാത്രം, നിങ്ങളുടെ എത്രമാത്രം ബാൾനെസ്, എത്രമാത്രം കഷണ്ടി ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം തിന്നിങ് ഉണ്ടെന്ന് അനുസരിച്ചിട്ട് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ, ആവശ്യത്തിന് മാത്രം. ഇനി ചെയ്യേണ്ടത് ഒരു കോമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടിട്ടൊന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ചെറുതായിട്ട് കോമ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഹെയർ ഫൈബേഴ്സ് മൊത്തം ഈ ഹെയറിൽ, ഈ തിൻ ഹെയറിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ആവും കേട്ടോ. കേട്ടോ, ഇപ്പം എൻ്റെ ഹെയർ നോക്കിയേ എന്നുള്ളത് അപ്പോൾ തന്നെ കാണിക്കാം കേട്ടോ. കണ്ടോ, അറിയുകയില്ല. ഇതിൽ നമ്മൾ പൗഡർ ഇട്ട കാര്യം അറിയുകയില്ല. നമ്മളൊരാളോട് പറഞ്ഞില്ലെങ്കിൽ അവരെന്തായാലും ഇത് മനസ്സിലാക്കാനും പോകുന്നില്ല. ഇനി വേറെ ചെയ്യാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഹെയർ സെറ്റിംഗ് സ്പ്രേ കിട്ടും. ഇതങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ, സ്റ്റിക്ക് ചെയ്ത് ശരിക്കും ഇരിക്കണം, ശരിക്കും സെറ്റായിട്ട് ഹെയർ അങ്ങനെ ഇരിക്കണമെങ്കിൽ, ഒരു പാർട്ടിക്കൊക്കെ പോകുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് നമുക്ക് ഈ സ്പ്രേ വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ സ്പ്രേ തീർന്നിരിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, മുമ്പ് വാങ്ങിയതാണ്. കണ്ടോ, ഇങ്ങനെ വളരെ ദൂരെ പിടിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ വെച്ച് അറിയാൻ പറ്റും നല്ല സെറ്റായി നമ്മളെ ഹെയർ ഇരിക്കുക. ഇങ്ങനെ കൈ കൊണ്ട് പാറ്റ് ചെയ്താലും മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ നോക്കിയേ, കണ്ടോ, വളരെ ഭംഗിയായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്തായാലും നോക്കിയിട്ടില്ല, ഭംഗിയായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇതേ കണ്ടോ, കണ്ടോ, അത് ശരിക്കും സെറ്റായിരിക്കാൻ പറ്റും. കയ്യിലൊന്നും ഒരു പൊടി പോലും വരില്ല കേട്ടോ. കയ്യിൽ പിടിക്കും, അങ്ങനെ പേടിയൊന്നും വേണ്ട. ഇത് പോകില്ല. അങ്ങനെ ഇപ്പോൾ കാറ്റടിച്ചാലോ വെള്ളം നനഞ്ഞാലോ ഒന്നും പെട്ടെന്ന് സാധനം പോകില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഹെയർ ഫൈബറിൻ്റെ ഉപയോഗം. ശരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി, കുറച്ച് പേർക്കെങ്കിലും, എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതിൽ ഇത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് കരുതുന്നു. ഇനി ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ കബോക്കി എന്ന ഈ പ്രോഡക്റ്റിൻ്റെ പേര്, വേണമെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ മാത്രം ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ ചെക്ക് ചെയ്താൽ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. 330 രൂപ എങ്ങോട്ടാണ് ഞാൻ വാങ്ങുമ്പോൾ 25 ഗ്രാംസിൻ്റെ വളരെ കാലം ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതുകൊണ്ടോ ഞാൻ കുറേ നാളായി വാങ്ങിയിട്ട് ഇപ്പോഴും കുറച്ച് അധികം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിതുവരെയും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടായിട്ടില്ല. ഇനി ഇതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നും കൂടെ ഞാൻ പറയാം. സൈഡ് ഇഫക്ട്സ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ ആസ്മ അലർജി പ്രശ്നം ഉള്ളവർക്ക് ഇത് ശ്വസിക്കാതെ നോക്കുക. ശ്വസിച്ച് ഉള്ളിലേക്ക് പോയാൽ ചിലപ്പം അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ അത്രയും ദോഷം ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. നമ്മുടെ നെയിൽ, നഖം, ഹെയർ, സ്കിന്ന്, ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള ഹെൽത്തിന്, ആരോഗ്യത്തിന് സഹായിക്കുന്ന സാധനമാണ് കെരാറ്റിൻ. പിന്നെ ഇത് ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞു കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. യൂസ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം ടേസ്റ്റുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിനെ തിരിച്ചു വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 പ്രോഡക്റ്റ്സാണ് അന്ന് എൻ്റെ ബാഗിൽ ഇല്ലാണ്ടിരുന്നത്. ഒന്നിനെ ഞാൻ ഇപ്പോൾ കാണിച്ച് അടുത്ത പ്രൊഡക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.